2026 ഇതുവരെ റിലീസായ മലയാള ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ 11 മലയാള ചിത്രങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ. 11ാം സ്ഥാനത്ത് നിൽക്കുന്നത് മാത്യു തോമസ് പ്രധാന വേഷത്തിലെത്തി ഫെബ്രുവരി 13-ന് റിലീസായ സുഖമാണോ സുഖമാണോ എന്ന ചിത്രമാണ്. ചിത്രം വേൾഡ് വൈഡ് 54 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രം തിയേറ്ററിൽ ഒരു ഫ്ലോപ്പായി മാറുകയായിരുന്നു. 10ാം സ്ഥാനത്ത് നിൽക്കുന്നത് രാജേഷ് മാധവൻ സംവിധാനം ചെയ്ത പെണ്ണും പറാട്ടും എന്ന ചിത്രമാണ്. ഫെബ്രുവരി 13-നാണ് ചിത്രം റിലീസ് ചെയ്തത്. ചിത്രം വേൾഡ് വൈഡ് 89 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രവും തിയേറ്ററിൽ ഒരു ഫ്ലോപ്പായി മാറുകയായിരുന്നു. 9ാം സ്ഥാനത്ത് ഇന്ദ്രൻസ് പ്രധാന വേഷത്തിലെത്തിയ ആശാൻ എന്ന ചിത്രമാണ്. ഫെബ്രുവരി 5-നാണ് ഈ ചിത്രം റിലീസ് ചെയ്തത്. ചിത്രം വേൾഡ് വൈഡ് 1,30 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രവും തിയേറ്ററിൽ ഒരു പരാജയമായി മാറുകയായിരുന്നു. 8ാം സ്ഥാനത്ത് നിഖില വിമൽ പ്രധാന വേഷത്തിലെത്തിയ പെണ്ണ് കേസ് എന്ന ചിത്രമാണ്. ചിത്രം ജനുവരി 10-നാണ് റിലീസ് ചെയ്തത്. ചിത്രം വേൾഡ് വൈഡ് 1,92 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രവും തിയേറ്ററിൽ ഒരു പരാജയമായി മാറുകയായിരുന്നു. 7ാം സ്ഥാനത്ത് ഭാവന പ്രധാന വേഷത്തിലെത്തിയ അനോമിയ എന്ന ചിത്രമാണ്. ഫെബ്രുവരി 5-നാണ് ചിത്രം റിലീസ് ചെയ്തത്. ചിത്രം വേൾഡ് വൈഡ് 3,78 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് 4 കോടിയാണ്. ഈ ചിത്രവും തിയേറ്ററിൽ ഒരു പരാജയമായി മാറുകയായിരുന്നു. 6ാം സ്ഥാനത്ത് രജിഷ വിജയൻ പ്രധാന വേഷത്തിലെത്തിയ മസ്തിഷ്ക മരണം സൈമൺ മെമ്മറീസ് എന്ന ചിത്രമാണ്. ചിത്രം ഫെബ്രുവരി 21-നാണ് റിലീസ് ചെയ്തത്. ഈ ചിത്രം 3,84 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് കളക്ട് ചെയ്തത്. ഈ ചിത്രവും തിയേറ്ററിൽ ഒരു പരാജയമായി മാറുകയായിരുന്നു. 5ാം സ്ഥാനത്ത് നിവിൻ പോളി പ്രധാന വേഷത്തിലെത്തി ജനുവരി 23-ന് റിലീസ് ചെയ്ത ബേബി ഗേൾ എന്ന ചിത്രമാണ്. ചിത്രം 4,61 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് കളക്ട് ചെയ്തത്. ഈ ചിത്രവും തിയേറ്ററിൽ ഒരു പരാജയമായി മാറുകയായിരുന്നു. 4ാം സ്ഥാനത്ത് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ബിജു മേനോൻ, ജോജു ജോർജ് എന്നിവർ പ്രധാന വേഷത്തിലെത്തി ജനുവരി 30-ന് റിലീസ് ചെയ്ത വലതുവശത്തെ കള്ളൻ എന്ന ചിത്രമാണ്. ഈ ചിത്രം വേൾഡ് വൈഡ് 6,86 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഈ ചിത്രവും തിയേറ്ററിൽ ഒരു ഫ്ലോപ്പായി മാറുകയായിരുന്നു. 3ാം സ്ഥാനത്ത് ജയറാം പ്രധാന വേഷത്തിലെത്തി ആശകളായിരം എന്ന ചിത്രമാണ്. ഫെബ്രുവരി 5-നാണ് ചിത്രം റിലീസ് ചെയ്തത്. ചിത്രം വേൾഡ് വൈഡ് 12,62 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. തിയേറ്ററിൽ ഒരു ഫ്ലോപ്പായി മാറുകയായിരുന്നു. 2ാം സ്ഥാനത്ത് ഗണപതി, സാഗർ സൂര്യ എന്നിവർ പ്രധാന വേഷത്തിലെത്തി ജനുവരി 30-ന് റിലീസ് ചെയ്ത പ്രകമ്പനം എന്ന ചിത്രമാണ്. ചിത്രം വേൾഡ് വൈഡ് 22.60 കോടിയാണ് കളക്ട് ചെയ്തത്. ചിത്രം തിയേറ്ററിൽ ഒരു ഹിറ്റായി മാറുകയാണ് ചെയ്തത്. 1ാം സ്ഥാനത്ത് അർജുൻ അശോകൻ പ്രധാന വേഷത്തിലെത്തിയ ചത്ത പച്ച എന്ന ചിത്രമാണ്. 2026 ഇതുവരെ റിലീസായ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയത് ചത്ത പച്ച എന്ന ചിത്രത്തിനാണ്. ചിത്രത്തിന് 33.48 കോടിയാണ് വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടിയത്. ചിത്രത്തിൽ മമ്മൂക്കയും ഒരു ക്യാമിയോ റോളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ചിത്രം തിയേറ്ററിൽ ഒരു ഹിറ്റായി മാറുകയായിരുന്നു.